സാമുദായിക നേതാക്കന്മാർക്ക് എല്ലാവരോടും ക്ഷമയോദിക്കുന്നു, നിങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അതിന് കൂട്ടത്തിൽ ഒറ്റ കാര്യം കൂടി ഞാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ ചെയർമാൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ എല്ലാ കാര്യം ആലോചിച്ചാണ് തീരുമാനിച്ചതെന്ന്. ഒറ്റ കാര്യത്തിന് അദ്ദേഹം മറുപടി പറയണം. നിങ്ങൾ കെ സുധാകരേട്ടനോട് പോയി ചോദിക്കേണ്ട കാര്യമാണ്. അദ്ദേഹം ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപന ദിവസം 2:30 മണിക്ക് ചെന്നൈയിൽ നിന്ന് എന്നെ ഫോണിൽ വിളിക്കുക, നീ എവിടെ ഉണ്ടടാ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതായത് സുധാകരേട്ട വീട്ടിലുണ്ട്, എനിക്ക് നിന്നെ ഒന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ കാണാം, എന്താ കാര്യം ചോദിച്ചാൽ നമുക്ക് ആ വിഷയങ്ങളൊന്ന് തീർക്കണം, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു. ഞാൻ 5 മണിക്ക് 4:30 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു പറഞ്ഞു. അങ്ങനെ അദ്ദേഹം 4:30 മണിക്ക് എയർപോർട്ടിൽ ഇറങ്ങുന്നു. ഞാൻ വിളിക്കുന്നു, അദ്ദേഹം മഞ്ചേരിയിൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞങ്ങൾ വീട്ടിൽ വന്നാൽ അത് വാർത്തയാവും, നമുക്ക് സ്വകാര്യത്തിൽ എവിടെയെങ്കിലും ഇരിക്കാമെന്ന് പറഞ്ഞു. മഞ്ചേരിയിൽ ഞങ്ങൾ ഇരിക്കുക. അപ്പോൾ അദ്ദേഹം വരുമ്പോൾ കാറിൽ നിന്ന് എന്താണ് നിങ്ങളെ വിശദമായ ഉദ്ദേശം വെച്ചപ്പോൾ സ്ഥാനാർത്ഥി നിർണയം നമുക്ക് സെറ്റിൽ ചെയ്യണം, നമുക്ക് ഒരുമിച്ച് പോകണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പം പറഞ്ഞു, സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്താൽ പ്രഖ്യാപിക്കാൻ പോകണല്ലോ, വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്, ആ ഫോണൊന്ന് ഓണാക്കി നോക്കി സുധാകരേട്ടാന്ന് പറഞ്ഞു. ഏയ് അതൊന്നും ഉണ്ടാവില്ല, ഞാനറിയാതെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുക, ഞാനൊരു AICCയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാഴ്ച മുമ്പ് വരെ കേട്ടത്, അതൊന്നും അവർ ചെയ്യില്ലടാ, അത് പത്രം വാർത്തകൾ TV നീ നോക്കണ്ട, നീ വെയിറ്റ് ചെയ്യുമ്പോൾ ഇത് തീർക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം എയർപോർട്ടിൽ നിന്ന് മഞ്ചേരി എൻ്റെ അടുത്തെത്തിയപ്പോഴേക്കും ഇവർ പ്രഖ്യാപിച്ചു. അപ്പോഴും ഈ സാധു ഈ വിവരം അറിയുന്നില്ല. അപ്പോൾ ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ ഇതിനെ കാണിച്ചെടുത്ത് പ്രഖ്യാപിച്ചല്ലോ എന്ന് പറഞ്ഞു. അദ്ദേഹം ധരിച്ചിങ്ങനെ നിന്നു. ഒരു വാക്ക് തൂക്കിക്കൊല്ലാൻ കൊണ്ടുപോകുന്ന എന്നോടൊരു വാക്ക് പറഞ്ഞില്ല, എൻ്റെ വിഷമം പറഞ്ഞു. എത്ര കാലമായി കോൺഗ്രസിന് വേണ്ടി കൈനിൽക്കുന്നു? ഈ പിണറായിക്കെതിരെ അതിശക്തമായി പറയുന്ന കോൺഗ്രസ്, കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് പ്രവർത്തനം ഇഷ്ടപ്പെടുന്ന കാരണവർ, ഇന്ന് കോൺഗ്രസ് പാർട്ടിയിലെ കാരണവർ ഏകദേശം പിണറായിന്റെ പ്രായം അദ്ദേഹത്തിനുണ്ട്. നിങ്ങൾ ഒരുമിച്ച് പഠിച്ചവരാ. 80 വയസ്സ് കിടക്കുക. അതിന്റെ ഒരാഴ്ച മുമ്പാണ് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നത്. AICCയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം. ഒരു വാക്ക് ആ പ്രഖ്യാപിക്കുമ്പോൾ, ഹലോ സുധാകരേട്ടാ ഞങ്ങളിങ്ങനെ പ്രഖ്യാപിക്കുന്നുണ്ട്, പറഞ്ഞോ, ചോദിച്ചോ? എന്ത് മര്യാദയാണ് ഈ VD സതീശനിൽ നിന്ന് ഇനി പ്രതീക്ഷിക്കേണ്ടത്? നിങ്ങൾ ചോദിക്കൂ സുധാകരേട്ടനോട്. അദ്ദേഹം കളവൊന്നും പറയുന്നതിൽ വിശ്വാസം എനിക്കില്ല. നിങ്ങൾ ചോദിക്കൂ. അപ്പൊ ആരെ കണ്ടിട്ട് ഇനി ഞാൻ നിൽക്കണം? ഇതാണ് ഇതിന്റെ വസ്തുത. അതായത് ഈ പറയുന്ന VD സതീശനും ആ ചുറ്റും നിൽക്കുന്ന ഉപജാപക സംഘങ്ങളും പറയപ്പെടുന്ന കഴിഞ്ഞ കാലത്തെ ഹരിത MLA മാർ, ഇതിലെ ഒരു വിഭാഗവും ഈ കോൺഗ്രസിനെ കുട്ടിച്ചോറാക്കി കോൺഗ്രസിലെ ഉത്തരവാദിത്തപ്പെട്ട കാരണവന്മാരായി ഇന്ന് തിളങ്ങി നിൽക്കുന്ന മുല്ലപ്പള്ളി സാർ ഉൾപ്പെടെ, AK ആന്റണി സാർ ഉൾപ്പെടെ, സുധീരൻ സാർ ഉൾപ്പെടെയുള്ള മുഴുവൻ നേതാക്കന്മാരെയും സൈഡ് ലൈൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ നേടും, ഞാൻ തീരുമാനിക്കും. ഒരു ഹിറ്റ്ലറിന്റെ രൂപം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ഈ വ്യക്തിയിൽ? ഇന്നത്തെ ഈ അവസാനത്തെ ആ പ്രഖ്യാപനമൊക്കെ നിങ്ങൾ കണ്ടില്ലേ? വാതിലടച്ചു. ഹിറ്റ്ലറിസം, അതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ കേരളത്തിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട KC പോലും വാക്ക് പറയാൻ ശേഷിയില്ലാതെ, ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ഈ പറയുന്ന ബഹുമാനപ്പെട്ട K കരുണാകരന്റെയും ഉമ്മൻചാണ്ടി സാറിന്റെയും ഈ പറയുന്ന KM മാണിയുടെയും കൂടെ 10, 35, 40 വർഷമായി കേരളത്തിന്റെ ഭരണത്തിൽ മന്ത്രിയായി കേരളത്തിന്റെ രാഷ്ട്രീയം തീരുമാനിക്കുന്നതിൽ ഉന്നത നിലവാരം പുലർത്തി അതിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള നേതാക്കളോട് പോലും ഉച്ചഭാവത്തിൽ പെരുമാറുകയും ധിക്കാരം കാണിക്കുകയും ഏത് പാണക്കാട് തങ്ങൾ എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിൽ തങ്ങന്മാരുടെ പാണക്കാട് തങ്ങളുടെയും ഇവിടുത്തെ സാമുദായിക നേതാക്കന്മാരുടെയും മതമേലധ്യക്ഷന്മാരുടെയും ഇടപെടൽ പോലും പുച്ഛിച്ച് തള്ളുന്ന ആ വ്യക്തി UDFന്റെ നേതൃത്വത്തിലിരിക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് അതിലേക്ക് വാതിൽ കൂടി അടച്ചുകൊണ്ട് ഇനി ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഓപ്ഷനുമില്ല. അതുകൊണ്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്.